സാറായിട്ടൊരു അനുഭവം പറയാം. കഴിഞ്ഞിട്ട് പാട്ട് തുടങ്ങും. ഞാൻ ഹൃദയം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്. നമ്മുടെ സ്റ്റുഡൻ്റായ അമ്മേൻ്റെ സ്റ്റുഡൻ്റായ മാളവിക കുമാർ എന്നൊരു സിംഗർ. ആ ചേച്ചീൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഈസ്റ്റർ സോങ് എം ജി ശ്രീകുമാർ, വിഷുക്കുറി പാട്ട് പി ജയേന്ദ്രൻ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ വിഷു പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സോങ് കഴിഞ്ഞിട്ട് അവസാനം ആണ് ആളെ കണ്ടത്. ആളെ കണ്ടതിന് ശേഷം ഞാൻ കുറേ നേരം മുന്നാടി കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഏതൊരാഗം, ഈ സോങ് വെച്ചപ്പോൾ ഇത് ഏതൊരാഗം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ശുദ്ധ സാരംഗാന്ന് പറഞ്ഞു. ഈ രാഗത്തിൽ എന്തെങ്കിലും പാട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് വിദ്യാസാഗറിൻ്റെ അൻപേ ശിവ എന്ന സിനിമയിലെ പൂവാസം പുറപ്പെടും പെണ്ണെ എന്നൊരു സോങ്ങാണ്. നമ്മുടെ കമലഹാസൻ ഇവരൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു പടമാണ് അൻപേ ശിവ. കന്നഡവും എല്ലാവരും സുദർശിൻ്റെ ആ സിനിമയിലെ സോങ്ങാണ് ശുദ്ധസാരംഗിലെ ആദ്യത്തെ പാട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഈ പാട്ട് മാത്രമല്ലോ വേറൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആൾ പറയണ എടാ നീ ശിവാജി ഗണേശൻ്റെ സിനിമയിലെ കർണാൻ സിനിമയിലെ ശിവാജി ഗണേശ് അഭിനയിച്ച് കർണാൻ സിനിമയിലെ ഇരവും നിലവും മലയെട്ടുമേ എൻ്റെ സോങ് ആ പാട്ട് കേൾക്കുന്നു പറഞ്ഞു. ഞാൻ ആകെ ഷോക്കായി, തലകറങ്ങി വീഴാന്നൊക്കെ ഇതൊരു പേടിയായി തുടങ്ങി. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെയാണ് ആള് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് പാട്ട് കേൾപ്പിച്ചെന്ന് അനുഭവം പറയണം. പാട്ട് കേൾപ്പിച്ചു തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ഈ സിനിമ ഇപ്പോഴത്തെ പുതിയ പാട്ടൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ലാത്ത പാട്ടുകളാണ്. ആരെങ്കിലും താല്പര്യമാണ് കൈ വെക്കുന്നവരപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളാരും കൈവയ്ക്കില്ല. ഏത് ഇഷ്ടപ്പെട്ട പടം എന്ന് വെച്ചപ്പോൾ ജേക്കബിൻ്റെ സ്വകരാജ് എന്നാണ്. അപ്പോൾ ഞാൻ നടനെ കണ്ടപ്പോൾ നീമ്പോടി എന്ന് പറഞ്ഞപ്പോൾ ആളിപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു കോൾ വന്നത്. അതെൻ്റെ പ്രധാനപ്പെട്ട ഒരു കോളായിരുന്നത്. കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് പാടാം. നമ്മുടെ ഒരു കോൾ വന്നപ്പോൾ ആൾ വിളിച്ചത് നമ്മുടെ വാനമ്പാടി KS ചിത്രയാണ്. ചേച്ചിനെ വിളിച്ചു. ഒരു 22 വയസ്സുകാരൻ മ്യൂസിക് കമ്പോസർ വരുന്നുണ്ട്, ഒന്ന് കാത്തിരുന്നോ എന്ന് പറഞ്ഞു. ആ കോള് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഷോക്കായി. അതോടെ ഞങ്ങൾ ഡിസ്കസ് ഒരു അനുഭവം കഴിഞ്ഞാണ്. പെട്ടെന്നാണ് കുറേ കഴിഞ്ഞിട്ടാണ് എൻ്റെ മരണം കഴിഞ്ഞ് ഭയങ്കര ഷോക്കായി. ഇന്നത്തെ ആൾക്കാരൊക്കെ പാടിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു മിന്നലായിരുന്നു പി ജയൻ സാറിന് പ്രണാമം. ഞാൻ പാടുന്നത് ആണ്ടൊരു വേറിട്ടൊരു പാട്ടാണ്. നമ്മുടെ ലാലേട്ടൻ അൽഷമൈസ് രോഗമായിട്ട് അഭിനയിച്ച തന്മാത്ര എന്ന മൂവിയിലെ മോഹൻസിത്താര സംഗീതം ചെയ്ത് പി ജയേന്ദ്രൻ പാടിയ കൈതപ്പുറത്തിന് വരികൾ ഇതളുർന്നു വീണ പനിനീർതളങ്ങൾ, ആ പാട്ടാണ് പാടുന്നത്. വീണ പനിനീർതളങ്ങൾ
തിരികെ ചീരും പോലെ ദളമരങ്ങൾ ശ്രുതിയോട് ചേർന്നോളും പോലെ ചേർക്കാനൊരു ജന്മം ഈയോർമ്മ ജീവിതം ഗാനം ഇതളൂന്നു തിരികെ ചേരും പോലെ ദളമരങ്ങൾ ശ്രുതിയോടു ചേർന്നോളും പകരുവാഴാം പതിവായൊരുമേ സൂര്യൻ പോലും പാതിരാവിൽ പടികളിറങ്ങും താനേ മായും കരയാതെടിക്കില്ലേ കണ്ണീർ തൂവാതിൻ മുകിലേ മുലകാല സൂര്യൻ പോയരോ വീണ്ടും ഇതളൂന്നു വീണ പരിന്തളങ്ങൾ തിരികെ ചീരും പോലെ ദളമരങ്ങൾ ശ്രുതിയോടു ചേർന്നോളും പോലെ വെഞ്ചന്ദ്രനെ കൈകുമ്പി